ഇന്നും പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രൊസീജിയറാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് പലരും ചൂസ് ചെയ്യാത്തത്. അതിൽ ഒന്നാമത്തെ മിസ്കൺസെപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പെയിൻ ഉള്ള ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ശരിക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെയിൻ കൂട്ടുന്ന പ്രൊസീജിയർ അല്ല, മറിച്ച് പെയിൻ കുറയ്ക്കുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്തായിരുന്നാൽ പോലും നമ്മൾ ആ ഒരു ടൂത്തിനെ കംപ്ലീറ്റ്ലി അനസ്തറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ മരവിപ്പിച്ചതിന് ശേഷമാണ് റൂട്ട് കനാൽ എന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കോസ്റ്റ് ആവുന്ന ഒരു പ്രൊസീജിയർ അല്ലേ എന്നാണ്. നമുക്ക് ഡീപ്ലി ഇൻഫെക്റ്റഡ് ആയിട്ട് ഒരു ടൂത്ത് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡീപ്ലി കേരീസ് ആയിട്ടുള്ള ഒരു ടൂത്ത് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ നമുക്ക് ആ പല്ല് എടുത്തളയുക, അല്ലെങ്കിൽ ആ പല്ലിനെ റൂട്ട് കനാൽ ചെയ്ത് സേവ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ. നമുക്ക് പറയുമ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് പല്ല് എടുക്കുക എന്നുള്ള ഓപ്ഷനാണ്. പക്ഷേ നമ്മൾ ആ പല്ല് എടുത്തതിന് ശേഷം ഭാവിയിൽ എപ്പോഴും നമുക്ക് ആ പല്ല് തിരിച്ച് റീപ്ലേസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് ആവുന്ന എമൗണ്ടിൻ്റെ ഹാഫ് എമൗണ്ട് മാത്രമേ ആവത്തുള്ളൂ ഈ ഒരു റൂട്ട് കനാൽ എന്ന പ്രൊസീജിയർ ചെയ്യാനായിട്ട്. മൂന്നാമത്തെ മിസ്കൺസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലെങ്ത് ഉള്ള പ്രൊസീജിയറാണ്, ഒരുപാട് തവണ അത് വരേണ്ടി വരും, ക്ലിനിക്കിൽ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള തെറ്റിദ്ധാരണ. പക്ഷെ ഒരിക്കലും അല്ല. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് സിംഗിൾ സിറ്റിംഗിൽ വരെ നമുക്ക് ഈ റൂട്ട് കനാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് സർട്ടൺ കണ്ടീഷൻസ് ഉണ്ട്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സക്സസ് ആവുമോ? ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്തിരിക്കും. ഒന്ന്, അത് ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് അനുസരിച്ചിരിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ പല്ലിൻ്റെ കണ്ടീഷൻ. ഇപ്പം സിവിയർലി ഇപ്പോൾ ഡാമേജ് ആയിരിക്കുന്ന ടൂത്താണ്, അല്ലെങ്കിൽ ആ ടൂത്തിന് ഒരു മൊബിലിറ്റി ഉണ്ട്, അനക്കമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ മിക്കപ്പോഴും ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് ഈ ഒരു റൂട്ട് കനാൽ സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂട്ട് കനാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവത്തില്ല. നമ്മൾ അതിന് മേളൊരു ക്രൗൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ക്യാപ്പ് വെക്കേണ്ടി വരും. കാരണം നമ്മുടെ നാച്ചുറൽ ടൂത്തിൻ്റെ അത്രയും ബലം കാണത്തില്ല നമ്മൾ റൂട്ട് കനാൽ കഴിഞ്ഞിരിക്കുന്ന ടൂത്തിന്. അപ്പോൾ നമ്മളൊരു ക്യാപ്പ് വെച്ച് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് വീഡിയോയുടെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ കയ്യിലോ കാലിലോ ഒരു ഒടുവോ ചതവോ, അപ്പോൾ നമ്മുടെ വിരലിലായിരുന്നാൽ പോലും ഒരു ഒടുവോ ചതവോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ വിരലോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടോ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നീക്കം ചെയ്യത്തില്ല. അതുപോലെ തന്നെ പല്ലിൽ എന്തെങ്കിലും ഒരു കേടുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി അത് എടുത്തു കളയാന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ റൂട്ട് കനാൽ പോലുള്ള പ്രൊസീജിയർ ചെയ്ത് സേവ് ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന് ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് അത്യാവശ്യമാണ്.